എം.ടിയുടെ സാഹിത്യ രചനകളിൽ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളായി ഉയർത്തെഴുന്നേറ്റ് വന്നവരൊക്കെ സ്വന്തം ഗ്രാമമായ കൂടല്ലൂരിൽ നിന്നാണെങ്കിലും എം.ടിയുടെ സജീവമായ സാഹിത്യ പ്രവർത്തന മണ്ഡലം എന്നത് കോഴിക്കോട് നഗരമായിരുന്നു. കഴിഞ്ഞ 70 കൊല്ലക്കാലം എം.ടി ഏറ്റവും സജീവമായി നിറഞ്ഞു നിന്ന കോഴിക്കോട് നഗരത്തിൽ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ചേതനേറ്റ ശരീരം ഇപ്പോൾ ബേബി മെമ്മോറിയൽ ആശുപത്രിക്ക് തൊട്ടടുത്തുള്ള അധികം അകലെയല്ലാതെ ഉള്ള കൊട്ടാരം റോഡിലെ എം.ടിയുടെ വസതിയിലേക്ക് ഇപ്പോൾ കൊണ്ടുപോകുന്നത്. നാളെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. മിഥില ബാലൻ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് മറ്റു വിവരങ്ങളുമായി. മിഥില, എം.ടി വാസുദേവൻ നായർ ആഗ്രഹിച്ചത് പൊതുദർശനം പോലെയുള്ള കാര്യങ്ങൾ വേണ്ട, അവസാനമായി കാണണം എന്ന ആഗ്രഹമുള്ളവർ വീട്ടിലേക്ക് വരട്ടെ എന്നായിരുന്നു. ഇപ്പോൾ വീട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ മൃതശരീരം കൊണ്ടുപോവുകയാണല്ലോ. ആരൊക്കെയാണ് വീട്ടിലുള്ളത്? ബന്ധുക്കളൊക്കെ അവിടെയുണ്ട്. മറ്റാരൊക്കെയാണ് കാണാൻ എത്തിയിട്ടുള്ളത്? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് മിഥില? ഗോപി, നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യം എന്നത് അദ്ദേഹത്തിന്റെ ഭൗതികദേഹവും വഹിച്ചുള്ള ആംബുലൻസ് കൊട്ടാരം റോഡിലെ സിത്താര വീടിനെ ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. നമുക്കറിയാം, അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. തന്റെ മൃതദേഹം കൊണ്ടു നടക്കരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് പൊതുദർശനം പാടില്ല, പൊതുദർശനം മറ്റിടങ്ങളിൽ കൊണ്ടുപോയി നടത്തരുത് എന്ന ഒരു ആഗ്രഹം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പ്രകാരം നിലവിൽ പൊതുദർശനമില്ല. സിത്താരയിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന വാഹന വ്യൂഹം ഇപ്പോൾ സിത്താരയിൽ എത്തും, അല്പസമയത്തിനകം എത്തും, അധികം ദൂരമില്ല. സിത്താരയിൽ എത്തിയതിനു ശേഷം നാളെ വൈകിട്ട് 4 മണിവരെ സിത്താരയിലായിരിക്കും ഭൗതികദേഹം ഉണ്ടാവുക. ഇവിടെ എത്തുന്നവർക്ക് കാണാം, അല്ലാതെ മറ്റൊരു പൊതുദർശനം ഉണ്ടാകില്ല. 5 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ തീരുമാനിച്ചിട്ടുള്ളത്. 5 മണിക്ക് മാവൂർ റോഡ് ശ്മശാനത്തിലാണ് സംസ്കാര ചടങ്ങുകൾ തീരുമാനിച്ചിട്ടുള്ളത്. അവിടെയായിരിക്കും നടത്തുക. നിലവിൽ നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അദ്ദേഹത്തിന്റെ ഭൗതികദേഹവും വഹിച്ചുള്ള ആംബുലൻസ് ഇപ്പോൾ പോവുകയാണ്. മന്ത്രി A.K. ശശീന്ദ്രൻ അദ്ദേഹത്തെ ICUവിൽ എത്തി കണ്ടിട്ടുണ്ടായിരുന്നു. മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വാഹനത്തെ ഇപ്പോൾ വാഹനത്തിനൊപ്പം ഉണ്ട്, ആംബുലൻസിനൊപ്പം ഉണ്ട്. കുടുംബമുണ്ട്, മകളുണ്ട്, മറ്റ് ബന്ധുക്കളെല്ലാം തന്നെ ഇപ്പോൾ ഈ ഒരു ആംബുലൻസിന്റെ തൊട്ടു പിന്നിലുള്ള വണ്ടിയിലുണ്ട്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്, കഴിഞ്ഞ 15-ാം തീയതിയാണ് എം.ടി വാസുദേവൻ നായരെ ശ്വാസതടസ്സത്തെ തുടർന്ന് കോഴിക്കോട്ടെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ എത്തിച്ചത്. പിന്നീട് അദ്ദേഹത്തിന്റെ ആരോഗ്യനില വഷളായി. പക്ഷേ ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ടായിരുന്നു. കഴിഞ്ഞ 3 ദിവസമായി മറ്റ് യന്ത്രസഹായങ്ങളൊന്നുമില്ലാതെ അദ്ദേഹം ശ്വാസോച്ഛ്വാസം നടത്തിയിട്ടുണ്ടായിരുന്നു. അത് വലിയൊരു പ്രതീക്ഷ നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഉച്ചയോടെയാണ് ആ പ്രതീക്ഷയെല്ലാം തന്നെ തകിടം മറിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ആരോഗ്യനില വഷളായത്. വൃക്ക സംബന്ധമായ ചില അസുഖങ്ങൾ കൂടി അദ്ദേഹത്തെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യനില വഷളായി. BP കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. യൂറിൻ പ്രൊഡക്ഷനെ ഉൾപ്പെടെ ബാധിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നു. അത് വൃക്ക തകരാറിലേക്ക് പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണോ എന്ന ഒരു സംശയമെല്ലാം തന്നെ ഡോക്ടർമാർക്കുണ്ടായിരുന്നു. ഉടൻ തന്നെ കൃത്യമായ ഒരു കൂടുതൽ ഡോക്ടേഴ്സിനെ ഈ അദ്ദേഹത്തിന്റെ നിരീക്ഷണത്തിനായി എത്തിക്കുകയും ചെയ്തു. ഒരു ഉച്ചയ്ക്ക് ശേഷം മുതൽ തന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ വഷളായി കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കൃത്യമായ ഒരു നിരീക്ഷണം, കൂടുതൽ ഡോക്ടർമാരെ എത്തിച്ചുകൊണ്ടുള്ള ഒരു നിരീക്ഷണം തന്നെയായിരുന്നു ആശുപത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. പക്ഷേ 10 മണിയോടെ അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിക്കുകയായിരുന്നു. ആ ഒരു കാത്തിരിപ്പിനോളം വലിയ പ്രാർത്ഥനകളില്ല എന്നെഴുതിയതും എം.ടി വാസുദേവൻ നായരാണ്. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ദീർഘനാളുകളായി ഈ ദിവസങ്ങളിലൊക്കെ തന്നെ ലോകമെമ്പാടുമുള്ള മലയാളികൾ എം.ടിയുടെ എഴുത്തിലൂടെ സ്വപ്നങ്ങൾ കണ്ട, എം.ടിയുടെ എഴുത്തിലൂടെ സ്വന്തം ജീവിതത്തെ കണ്ടുപഠിച്ച മലയാളികൾ പ്രാർത്ഥനകളിലായിരുന്നു. എം.ടി വാസുദേവൻ നായർ 91-ാം വയസ്സിൽ തൻ്റെ സർഗജീവിതം ഏറ്റവും ഫലപ്രാപ്തിയിലെത്തിയ വയസ്സിലാണ് അദ്ദേഹം നിൽക്കുന്നതെങ്കിൽ പോലും ഇനിയുമേറെ ആ തൂലികയിൽ നിന്ന് വരാനുണ്ട് എന്ന് പ്രതീക്ഷിച്ചിരുന്നു മലയാളികൾ. 91-ാം വയസ്സിൽ അദ്ദേഹം ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടപ്പോഴും അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില നേരിയ തോതിൽ മെച്ചപ്പെട്ടു വരുന്നു എന്ന ശുഭവിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന മണിക്കൂറുകളായിരുന്നു. ആ അർത്ഥത്തിൽ അപ്രതീക്ഷിതമാണ് എം.ടി വാസുദേവൻ നായരുടെ വിയോഗ വാർത്ത ഇപ്പോൾ വരുന്നത്. എം.ടി വാസുദേവൻ നായരുടെ മൃതശരീരം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് കൊണ്ടുപോവുകയാണ് ആംബുലൻസിൽ. ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ നിന്ന് അകലെ അല്ലാത്ത അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് മൃതശരീരം കൊണ്ടുപോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഞങ്ങളുടെ പ്രതിനിധികൾ ഈ വാഹനത്തിനൊപ്പമുണ്ട്.